ഭർത്താവിന് അവീതം കയ്യോട് പൊക്കുന്ന ഭാര്യ, അതും ഒരു അവീതമാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഇത് പുട്ടിൽ തേങ്ങിടുന്ന പോലെ അവീതം. എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഭർത്താവിനെ ഒഴിവാക്കാൻ ഭാര്യ തയ്യാറായില്ല. പക്ഷെ ഒടുക്കം കാമുകിയെ വീട്ടിൽ താമസിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയതോടെ സീൻ മാറി. കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ശില്പ ഡ്രീം ക്യാച്ചറിനെയും ഭർത്താവിനെയും കുറിച്ചുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശില്പയുടെ ഭർത്താവിന്റെ പേര് വിഷ്ണു എന്നാണ്. ആളൊരു ഓട്ടോ ഡ്രൈവറാണ്. ശില്പക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അവൾ വിഷ്ണുവിന്റെ കൂടെ ഒളിച്ചോടി വന്നതാണ്. ശേഷം രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ച് മക്കളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ അടുക്കാണ് വിഷ്ണുവിന്റെ ഓരോരോ അവീതങ്ങൾ ശില്പ കയ്യോടെ പൊക്കാൻ തുടങ്ങുന്നത്. ഓരോ തവണയും ശില്പ വിഷ്ണുവിന് ക്ഷമിച്ചു കൊടുത്തു. ഒടുക്കം ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റുന്ന അവസ്ഥ വരെ എത്തിയതോടെ ശില്പയുടെ കൺട്രോൾ പോയി. അങ്ങനെ ഒടുവിൽ പോലീസ് കേസായി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശില്പയും ഭർത്താവിന്റെ കാമുകിയും തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുമായിട്ട് ശില്പക്ക് വഴക്കിടേണ്ടി വന്നു. ഒടുവിൽ ചില നാടിക സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുകയുണ്ടായി. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. വീഡിയോ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ എടുക്കും. വീഡിയോ എടുക്കും, അവളുടെ വീഡിയോ ഞാൻ എടുക്കും. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് ശില്പ നാരെന്ന് വിളിച്ചത് അവളുടെ സ്വന്തം ഭർത്താവിനെയാണ് കേട്ടോ. അയാളാണ് അവിടെ വടിപോരം നിൽക്കുന്നത്. ഇയാളൊന്നും നാറിയെന്നല്ല വിളിക്കേണ്ടത്, അതിനു വലുതാണ് വിളിക്കേണ്ടത്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഈ നിൽക്കുന്ന നാറിയുടെ കൂടെയാണ് മൂന്നോ രണ്ടോ പിള്ളേരെങ്ങാണ്ടുണ്ട് ഇവക്ക്. അതുങ്ങളെയും കളഞ്ഞ് കെട്ടിയോനെയും കളഞ്ഞേച്ച് ഇവള് ഇറങ്ങി വന്നേക്കും. ബെസ്റ്റ്. 3 മക്കളെയും ഭർത്താവിനും ഉപേക്ഷിച്ചിട്ടാണ് ആ പെണ്ണ് വിഷ്ണുവിന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്. നാട് നിങ്ങളെ സംബന്ധം കൂടി നടക്കുന്ന ഒരു ചെങ്ങായാണ് ഈ വിഷ്ണു എന്ന് ഓർക്കണം. അവൾക്ക് അങ്ങനെ തന്നെ വേണം. അവൾ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്. എന്നാലും പെറ്റുപോയിട്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവളുമാർക്കൊക്കെ എങ്ങനെയാണ് ഇറങ്ങി പോരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കഴുപ്പ് തന്നെ അല്ലാതെന്ത്. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ഇറങ്ങി വന്നേക്കും. വീഡിയോ എടുക്കട്ടെ, ഇവിടെ വീഡിയോ എടുക്കട്ടെ. ഇവിടെ എന്നെ ഞാൻ പണിയെടുത്ത കാശ് ഇവിടെ കുറെ തിന്നതാ. ഇവിടെ കുറെ തിന്നതാ ഞാൻ പണിയെടുത്ത കാശ്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ, കുറെ പോലീസുകാരും. കുറച്ചുകൂടെ കെട്ടടി, കണ്ണ് കാണാടി നിന്റെ. ആ ഒളിച്ചേക്ക്. ആ ഞങ്ങൾ പരാതി കൊടുക്കാൻ വന്നവരാ. ഇറങ്ങടി. ഇനി ആ പുള്ളിനെ കൂടെ പിടി. എന്റെ കെട്ടിയാനെ പിടിച്ചത് പോരാ. കിട്ടിയ അടി ഓർമ്മയുണ്ടെങ്കിൽ നീ എരുമേലിക്ക് വന്നേ. മക്കളെയും കെട്ടിയോനെയും കളഞ്ഞ് ഇവൾ ഇന്ന് ഇവന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവള് നാളെ വേറെ അവന്റെയും കൂടെ ചാടിപ്പോവും. എരുമേലി പോലീസുകാരുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ടാൽ ഞാൻ എവിടെ ഒളിച്ചോടിപ്പോയി എന്നെ പിടിച്ചോണ്ട് വന്ന പോലത്തെ സംസാരമാണ്. കൊള്ളാം. എന്തായാലും വന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ അവീതകഥകൾ പുറത്തു വരുന്ന അവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവീതമൊക്കെ വളരെ നോർമലൈസ് ആയി തുടങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന് ശേഷം ശില്പ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ആ വീഡിയോയിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇന്നലെ ഞാനിട്ട വീഡിയോയുമായിട്ട് സംബന്ധിച്ച് കുറച്ചു പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതെന്താന്ന് വെച്ചാല്, വിഷ്ണു എന്ന് പറയുന്ന എന്റെ ഭർത്താവ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്ന് 7 ദിവസമായിട്ട് ഞാനും വിഷ്ണുവും പിള്ളേരും വേറെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറി വിഷ്ണുവിന്റെ സ്വന്തം വീട്. ആ വീട്ടില് അവരുടെ അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എവിടെയോ താമസിച്ചു പണിക്ക് പോയി, അമ്മയും ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇവൻ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിട്ട് പണിക്ക് പോകും, പിന്നെയും വരും ഇത് തന്നെ. അപ്പം ഞാനും അത് കാര്യം വെക്കാൻ പോയില്ല. 7 ദിവസമായിട്ട് ഇവളെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം ഇവള് താഴത്തെ കടയില് സോപ്പ് പൊടി മേടിക്കാൻ ചെന്നപ്പം അവര് ചോദിച്ചു ആരാന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ വിഷ്ണുവിന്റെ ഭാര്യയാണ്. അപ്പൊ അവര് ചോദിച്ചു വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ശില്പനെ മാത്രം അറിയത്തുള്ളൂ, നീ ഏതാന്ന് ചോദിച്ചു. ബെസ്റ്റ്. ഒളിച്ചൂടെ എന്നിട്ട് സോപ്പ് പൊടി അങ്ങ് പോയി ചേച്ചിയെ ഞാൻ എന്തായാലും സമ്മതിച്ചു കേട്ടോ. ഓണത്തിനെടുക്കാൻ അവളുടെ സോപ്പ് പൊടി കച്ചവടം. അത് മാത്രമല്ല, ആരാന്ന് ചോദിച്ചപ്പോ വിഷ്ണുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ചേച്ചിന്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. സോപ്പ് പൊടിക്ക് പകരം കുറച്ച് നായക്കരണ പൊടി പൊതിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അങ്ങനെയാണ് സംഗതികളുടെ കിടക്കുവശങ്ങൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു വരുന്നത്. ഇവളെ ഇന്ന പോലെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പം ഇവളുടെ വീട്ടിൽ നിന്നും മിസ്സിംഗ് ആയിട്ട് എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളെ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷൻ ലിമിറ്റ് ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ഇവളുടെ കെട്ടിയോനെ മക്കളെ ഇവക്ക് പിള്ളേരൊക്കെ ഉണ്ട്, പ്രായവൃത്തിയായത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ആ കൊച്ചുങ്ങളെ കെട്ടിയോനും വന്നപ്പം എനിക്ക് വിഷ്ണുവിന്റെ കൂടെ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇറങ്ങിത്തുള്ളി പോന്ന ഈ വീട്ടിലോട്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അയ്യോ എനിക്ക് വിഷ്ണുവിനെ വേണ്ടായി എന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചിറങ്ങി ഓടിക്കോളും. പേടിക്കണ്ട, ജസ്റ്റ് ആ മാറ്റർ ഓഫ് ടൈം, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് അമ്മായിയമ്മയെ അറിയുന്നില്ല. അപ്പൊ കടയിലെ പുള്ളിക്കാരിയാണ് വിളിച്ച് അമ്മായിയമ്മയോട് പറഞ്ഞിട്ട് അമ്മായിയമ്മ ഇന്നലെ കോട്ടയത്തു നിന്ന് ഇവിടെ വീട്ടിൽ വരും, എരുമേലി വന്നിട്ട് എന്നെ വിളിച്ചു. ഇതുപോലെ ശില്പ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, ഉണ്ണി ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഇട്ട വേഷത്തിലാണ് ഞാനും ചെല്ലുന്നത് ഈ സംഭവം അറിഞ്ഞിട്ട്. പക്ഷെ ഇവളെ ചൊല്ലി ഞങ്ങളുടെ വീട്ടിൽ പലതവണ പ്രശ്നങ്ങളും ഞാൻ പലതവണ ലൈവുകളും പല കാര്യങ്ങളും ഞാൻ പലതവണ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് വെറുതെ അവനവന്റെ പല്ലിനിടെ കുത്തി നാറ്റിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനത് പിന്നീട് ഡിലീറ്റ് ആക്കിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ഇവൻ നാട്ടുകാരോട് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് ശില്പയുടെ കയ്യിലെ കുഴപ്പമാ, ശില്പ പ്രശ്നക്കാരിയാ, ശില്പ കാരണമാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര കേസുകളാണ് പിടിക്കുന്നത്. ഇവൾ ഒരുത്തി തന്നെ അല്ല എന്റെ കെട്ടിയവൻ നല്ലവനാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇവൻ ഒരു കേസല്ല, ഇവൻ ഒരുപാട് കേസുകൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി. കാരണം
ഭാര്യ എന്ന നിലയിൽ ചിലർ പറയുന്നുണ്ട് നീ ഭാര്യയായിട്ട് നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കാതെ ഫോണിലും നോക്കി റീൽസും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീട്ടിൽ ഫോണും നോക്കുന്നുണ്ട്, കഞ്ഞിയും കറിയും വെക്കുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. എരുമേലി വന്ന് തിരക്കിയാൽ അറിയാം. കാരണം ഞാൻ അതുപോലെയാണ്, എന്റെ ഫാമിലി ഞാൻ കൊണ്ടുപോകുന്നത് അതുപോലെയാണ്. അപ്പൊ വിഷ്ണു എന്ന് പറയുന്നവന് എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇവന് പിന്നെ ഇവനുമായിട്ട് ഇവന്റെ കൂടെ സെക്ഷൽ റിലേഷൻ മാത്രം ഞാൻ ചെയ്യാൻ ഞാൻ വെച്ചാൽ ഒരുപാട് കേസുകെട്ടുകൾ പെണ്ണുങ്ങൾ എന്നെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് പേടിയുണ്ട് വല്ല ചെവി വന്ന് ഞാൻ ചത്തുപോയ എന്റെ കൊച്ചുങ്ങൾ കാര്യം തള്ളയില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോണ്ടാക്ട് മാത്രമാണ് ഞാനും ഇവനും ഇല്ലാഞ്ഞത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഈ കേസുകെട്ടുകളൊക്കെ നിർത്തി, പിള്ളേർ വളർന്നു വരും, ഒരു പെങ്കൊച്ചുണ്ട്. ഇതൊന്നും ഇവന് കൂസലല്ല. അതുപോലെ തന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ വിയർപ്പിന്റെ അസുഖമുള്ളവൻ, ഇവന് പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവൻ. ഇവൻ അഥവാ പണിക്ക് പോയാൽ ആ പൈസയ്ക്ക് മൊത്തം വെള്ളം അടിക്കും. ഇവനെ കട്ടപ്പനയിൽ പുളിയമ്മല എന്ന് പറയുന്ന നവദർശനയിൽ ട്രീറ്റ്മെന്റ് എടുത്താണ് വെള്ളം അടിച്ചടിച്ച്. അതുപോലെ തന്നെ മുക്കൂടുതർ അസീസിയിൽ എന്റെ ഒരു 10,70,000 രൂപ ക്യാൻറ്റീനിലും അവിടുത്തെ ഫീസും അവിടുത്തെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഇവൻ തിന്നും മുടിപ്പിച്ചത് ഒരു 10,35,000 രൂപ ക്യാൻറ്റീനിലെ വേറെ പൈസ എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ എടുത്ത് എനിക്ക് SEC ചെലവായിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ ഇവൻ എന്നെ കൊണ്ടുവന്നു. എന്റെ 16 വയസ്സിൽ ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായി എനിക്ക്. 16-ാം വയസ്സിൽ ഒളിച്ചോടി നോക്കി എന്താ കഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അന്ന് പോക്സോ കേസ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് മോളെ പ്രശ്നം. 16 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിത്തം വിട്ട് മാറാത്ത പ്രായമാണ്. ആ പ്രായത്തിൽ ഇതുപോലെ ഒരു നാറിന്റെ കൂടെ ഒളിച്ചോടി പോയതാണ് ശില്പ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടായിരിക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടുന്ന സകല ആൾക്കാരോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന്. പക്ഷെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. +1 പരീക്ഷയിൽ അന്നൊക്കെ ഒളിച്ചോടി പോയ ടീംസ് ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഒരു എടുത്തുചാട്ടത്തിന്റെ പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതേമാതിരി ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി അവിധം ഉണ്ടാക്കാൻ പോയവരുടെയും ഒക്കെ ജീവിതം കോഞ്ഞാട്ടായ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 100-ൽ 99 കേസും അങ്ങനെ തന്നെയാണ്. എന്നാലും ആരും പഠിക്കില്ല, അതാണ് പ്രശ്നം. ബാക്കി ഉണ്ടോ എന്തായാലും. ഇവൻ എന്നെ കൊണ്ടുവന്ന് ഇവന്റെ കൂടെ കൂട്ടിയത് ഇപ്പൊ 10 വർഷം കഴിഞ്ഞ് 26 വയസ്സായി എനിക്ക്. അപ്പൊ എന്റെ കൗമാരപ്രായത്തിൽ എന്റെ മനസ്സിൽ ഇവനോടുള്ള ആ സ്നേഹം ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇവൻ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇന്നലെ വരെ ചെയ്തത് എന്റെ മൈൻഡിലില്ല. കാരണം പണ്ടത്തത് ഇവൻ എന്റെ മോളെ പിള്ളേരെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഇവൻ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവന്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള നല്ല നല്ല മൊമെന്റ്സ് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. കാരണം അത് ഒരു ട്രോമ പോലെ എന്റെ മനസ്സിൽ കിടക്കും. ആ ഒരു സാധനം എന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എനിക്കൊരു കോപ്പുമല്ല. എനിക്ക് ആരെ ഒന്നും കാണിക്കാനില്ല. അതിപ്പോഴും പോയില്ലേ? ബെസ്റ്റ്. ഇപ്പോഴും ഇവനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാണോ ചേച്ചി ആളുകൊള്ളാലോ. അസല് കലിപ്പന കാന്തരൻ നട്ടങ്ങള് ഇപ്പോഴും ഇവനോട് സ്നേഹമാണ് പോലും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്തോ. ഇത്രയൊക്കെ ചെയ്തിട്ടും 8-10 പെൺകുട്ടികളുടെ കൂടെ അവൻ കിടക്കാൻ പോയിട്ടുണ്ടെന്ന് ചേച്ചി വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ അതൊരു പെണ്ണിനെ കൂടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ഇവനെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു കില്ലാടി തന്നെ. ഇത്രയും നല്ലൊരു പെണ്ണിനെ ഒഴിവാക്കിയിട്ടാണല്ലോ ഇവൻ നാട് നീള അവിഹിതം ഉണ്ടാക്കി നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എടാ മോനെ വിഷ്ണു, ആ ശില്പ ചേച്ചിക്ക് ഒരു താജ്മഹൽ ഉണ്ടാക്കി കൊടുക്കടാ. ഇപ്പോഴും നിന്നെയും മനസ്സിലിട്ട് ജീവിക്കാണ് ആ പാവം. മിനിമം ഒരു താജ്മഹലെങ്കിലും ചേച്ചി അർഹിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. പറഞ്ഞു തന്നെ ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളവനാണ്. ഇവന് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഇവൻ കൂലിപ്പണി എടുത്തവൻ വിയർക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ എന്റെ ഉള്ള സേവിങ്സ് വെച്ച് ഇവനൊരു ഓട്ടോ മേടിച്ചു കൊടുത്തു. ആ ഓട്ടോ ഓടാൻ പോകാതെ ഇവൻ രാവിലെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി ഇവളെയും കൊണ്ട് കറക്കവാ. എന്നിട്ട് വണ്ടിക്ക് അത് പണിയാ ഇത് പണിയാ, വണ്ടിയുടെ ഫ്രണ്ട് പോയി, വണ്ടിയുടെ സകലതും പോയി എന്ന് പറഞ്ഞ് QR കോഡ് ഇട്ട് തരിക, ക്യാഷ് മേടിക്കുക. ഞാൻ ഇവനെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇവനുമായിട്ടുള്ള ചാറ്റ് കാണിച്ചേനെ. ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് QR കോഡ് ഇടും, കണ്ട കടകളിലോട്ടൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറെ പൈസ അവൾ എന്റെ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. അവളെ ഞാൻ ഒരു മനുഷ്യ ബോഡി ഷെയിം ചെയ്യുന്നതല്ല. കാരണം എന്നെ സംബന്ധിച്ച് അവൻ എന്നിലും നല്ലതായിട്ട് അവളിൽ എന്തെങ്കിലും കണ്ടു കാണും. കാരണം വേലി ചാടിയ പശു കോലുകൊണ്ടേ തീരുവോളെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവൻ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കേസല്ല. ഒരു പെണ്ണുമായി ഈ ഇവളുമായിട്ടുള്ള റിലേഷനും അല്ല. ഇതിനു മുന്നേ ഇവന്റെ സ്വന്തം അപ്പച്ചിയുടെ മോളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് കൂടെ കിടക്കുന്ന ഞാൻ കണ്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട. അതിന് മുന്നേ തന്നെ കരിങ്കൽമൂഴിലുള്ളൊരു പുള്ളിയുടെ, ഞാൻ പേര് എടുത്ത് പറയുന്നില്ല, അവിടെ ഉള്ള ഒരു വ്യക്തിയുടെ, ഒരു സ്ഥാപനം നടന്ന വ്യക്തിയുടെ മകളുമായിട്ട് വെച്ചിച്ചിര കല്യാണം കഴിച്ചിട്ട് അവളുമായിട്ട് ഇതുപോലെ സെറ്റപ്പ് ആയിരുന്നു. ഞാൻ അവിടെ വീട്ടിൽ ഇതുപോലെ ബഹളം ഉണ്ടാക്കി. ഞാൻ എത്ര പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഞാൻ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ എന്തര ഈരാറ്റുപേട്ടയിലുള്ളൊരുത്തി ഉണ്ടായിരുന്നു, ദേവിക ബിജു എന്ന് പറയുന്ന, അവളുടെ കേസ് കെട്ടി ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ മണിമലയിലുള്ള മീനു എന്ന് പറയുന്ന ഒരു കേസ് കെട്ടി ഞാൻ പിടിച്ചു. തിരുവല്ലയിലുള്ള 5 മക്കളുള്ള ഒരു അഞ്ജു എന്ന് പറയുന്ന ഒരു ഐക്കില്ലർ എന്ന് പറയുന്നത്. ഞാൻ എന്തൊരു കേസുകളാണ് ഞാൻ പിടിക്കുന്നത്. ഞാൻ ഇതൊന്നും പറയാതിരിക്കുമ്പോ ഇതൊന്നും ഞാൻ പുറത്തോട്ട് പറയുന്നില്ല. ശരി, ഇത്രയും കേസ് കെട്ടുകൾ പിടിച്ചിട്ടു പിന്നെ ഇവന് കൂടെ താമസിക്കാൻ കാണിച്ച ശില്പ ചേച്ചിന്റെ ആ മനസ്സ് സമ്മതിച്ചെന്നിട്ടോ. എന്റെ പൊന്നു ശില്പ, ഇവനൊക്കെ ഡിവേഴ്സ് ആക്കി പുതിയ ജീവിതം തുടങ്ങാൻ നോക്ക്. അല്ലാണ്ട് പണ്ട് വന്ന് നിന്നെ സ്നേഹിച്ചതിന്റെ ഓർമ്മകളും പേര് നടന്ന് വെറുതെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നിൽക്കണ്ട. എന്നാലും 8-10 അവിധങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോടി. എന്നാലും ഇവൻ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കല്യാണം കഴിക്കാനും പെണ്ണുങ്ങൾ കിട്ടാത്തതുള്ളൂ, അവിധം നടത്താൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കിട്ടാനുണ്ട്. കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ.
മോശക്കാരി. പിന്നെ ഞാൻ വഴക്കും ബഹളം വെക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഇച്ചിരി കൂടും. അപ്പൊ ഞാൻ ബഹളക്കാരി, ഞാൻ പ്രശ്നക്കാരി. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സൗണ്ട് പുറത്തോട്ട് വരുമ്പോൾ ഞാനാണ് ഇവിടുത്തെ വലിയ വിഷയക്കാരി. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ആ ഓട്ടോ മേടിച്ചു കൊടുത്ത ഓട്ടോ ഇവ 3 തവണ കൊണ്ട് ഇടിപ്പിച്ചു. 3 തവണ. ഒരു പ്രാവശ്യം കുറുവാമൂഴിയിൽ ഒരു പമ്പിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിയെ കൊണ്ടിടിപ്പിച്ചു. ആ വണ്ടി ഇടിപ്പിച്ച ആ വണ്ടി ഇടിച്ചാകാതെ ഇവന് പുകരി കിടന്ന ഫോൺ കാണാതെ പോയി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവന് ഫോൺ മേടിച്ചു കൊടുത്തു. എല്ലാം എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്നെ പറഞ്ഞാൽ മതി. സത്യം, എല്ലാത്തിനും നിങ്ങളെ പറഞ്ഞാൽ മതി. ചേച്ചി ഒരുത്തിയാണ് വിഷ്ണുവിനെ ഇങ്ങനെ വസളാക്കിയത്. അവീതം നടക്കുന്ന ഭർത്താവിന് ഓട്ടർച്ച വാങ്ങിക്കൊടുക്കുന്നു, ഫോം വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആരായാലും അവീതം നടത്തി പോകും. ഇതിനൊക്കെ പകരം ഒരു മടല് വെട്ടി 4 അടി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ വിഷ്ണു നന്നായി പോയേനെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്ണു ചേട്ടൻ അടുത്ത തവണ വരുന്ന സമയത്ത് ഒരു സ്റ്റേജൊക്കെ കെട്ടി 4 ആളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്വീകരണ പരിപാടിയൊക്കെ നടത്തി കൊടുക്കണം കേട്ടോ ചേച്ചി. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയാ, ബാക്കി പറഞ്ഞാലോ. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കരിങ്കല് മൂഴിയിൽ ഒരു സൂര്യ ബാർബർഷോപ്പ് എന്ന് പറഞ്ഞ മുടിവെട്ട് കട ഉണ്ട്. അതിന്റെ ഇപ്പുറത്തെ ഒരു കടയിലോട്ട് ഇവൻ ബായിക്ക് കൊണ്ട് കയറ്റി അങ്ങ് ഇടിച്ചു കൊടുത്തു. അവരുടെ ഗ്ലാസ് തകർന്നു. അതിന്റെ പൈസ ഞാൻ കൊടുത്തു. 3-ാമത്തെ തവണ ഇവൻ എവിടെയോ കൊണ്ടിടിപ്പിച്ചു. 4-ാമത്തെ തവണ ഇടിക്കാനുള്ള ഞാൻ അവസരം കൊടുത്തില്ല. ഞാൻ വണ്ടി തിരിച്ച് എന്റെ അച്ഛനെ കൊണ്ടിടിപ്പിച്ചു. കാരണം കടകളോ സ്ഥാപനങ്ങളോ നശിപ്പിച്ച് എനിക്ക് അതിന് പൈസ കൊടുത്ത് പരിഹരിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ ഇടിച്ചു കൊന്നാൽ എനിക്ക് ആ മനുഷ്യന്റെ ജീവന് തിരിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും പറയുന്നവരുണ്ട്. ശില്പയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗം വിഷ്ണുവിന്റെ കുഴപ്പം കൊണ്ടല്ല, ശില്പ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എന്റെ ഭാഗം ഞാൻ പറയട്ടെ, നമ്മൾ നീതി തേടി ചെല്ലുന്ന പോലീസുകാർ പോലും അത് മനസ്സിലാക്കുന്നത് അവർക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. കാരണം ഇപ്പം അവര് എന്നാ പറഞ്ഞ ഇപ്പൊ സത്യം പറയല്ലേ, എരുമേലി പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞ എങ്ങോട്ട് പൈസ കൊടുക്കുന്ന അങ്ങോട്ട് ചെയ്യുന്നവരാ. ഉള്ള കാര്യം പറയാമല്ലോ. വാദിയെ പ്രതിയാക്കുന്നവരാ. അവരായിരുന്നു സ്ഥിരം അവിടുത്തെ ബീവറേജിൽ ഓട്ടം പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അവനോട് സ്പെഷ്യാലിറ്റി ഉള്ള കുറച്ച് പോലീസുകാരോടുണ്ട്. അവർ അവന്റെ ഭാഗം താങ്ങി സംസാരിക്കത്തുള്ളൂ. ഇന്നലെ ചെന്നപ്പോഴാണെങ്കിൽ പോലും അവരുടെ സംസാരം ഞാൻ എവിടെയോ ഒളിച്ചോടിപ്പോയി, എന്നെ പിടിച്ചോണ്ട് വന്നു, എന്നെ എന്റെ കാമുകനെയും കൂടെ എന്നുള്ളൊരു ബേസിലായിരുന്നു സംസാരം മൊത്തം. ഇന്നലെ പ്രൊട്ടക്ട് ചെയ്തത് മൊത്തം അവളെയായിരുന്നു. ആയിക്കോട്ടെ, അവർക്ക് പ്രായപൂർത്തിയായവരെ അവനും അവളെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ. എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് ഇവ മേടിച്ച് അവക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പോയ പോക്കൻ എന്റെ വണ്ടിക്കകത്ത്, വണ്ടിയുടെ എഞ്ചിൻ എന്റെ ഓട്ടോയ്ക്കകത്ത് മണല് വാരിയിട്ടു. അതിന്റെ പിസ്റ്റൽ വരെ അടിച്ചു പോയായിരുന്നു. അത് ദേഹത്തിൽ കൊണ്ട് അഴിച്ചു നോക്കിയപ്പോ അറിയാവോ. കാരണം അങ്ങനെ കുറെ ദ്രോഹങ്ങൾ എന്നോട് ഇവൻ ചെയ്തിട്ടുണ്ട്. 31,000 രൂപ കൊടുത്ത് അതിന്റെ എഞ്ചിൻ മണന്നിറക്കിയത്. കുറെ ശോഭകേട് എന്നോട് ഇവൻ ചെയ്തിട്ടാ പോയത് ഇവക്ക് വേണ്ടിയിട്ടാ, ഇവളുടെ കൂടെ പോകാൻ വേണ്ടിട്ട്. 1 വർഷത്തോളമായി ഇവളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് വഴക്കുണ്ടാവാൻ തുടങ്ങിയിട്ട് ഈ വീട്ടില്. കാര്യങ്ങൾ അറിയാതെ ആരും കമന്റുകൾ ഇടരുത്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ വിഷ്ണു ചേട്ടൻ എന്തൊക്കെയാണോ പറയാനുള്ളത്? ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവല്ലോ. ചേച്ചി തന്നെ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ എല്ലാവരും എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന്. അങ്ങനെ വരുമ്പോ ചേച്ചിയുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ തരികിലുണ്ടായിരിക്കും അല്ലേ, ആർക്കറിയാം. എന്തായാലും ചേച്ചി ഈ വീഡിയോനെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് സപ്പോർട്ട് കിട്ടേണ്ട വിഷയമല്ല. അങ്ങനെ വരുമ്പോൾ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്ത് പറ്റിയോ എന്തോ, ചേച്ചിയുടെ ചരിത്രം ഒന്നും നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നും പറയാൻ പറ്റൂല. എന്തായാലും വിഷ്ണു ചേട്ടൻ വരട്ടെ, വരുമായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.